മെയ് 4-നാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത്. അന്ന് TP ചന്ദ്രശേഖരന്റെ ഓർമ്മ ദിനം കൂടിയാണ്. കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ആ ഫലം പുറത്തു വരുന്നത് കേരളത്തിന്റെ മുഖം ആരായിരിക്കുമെന്ന് കണ്ടറിയുന്നത് അതിൽ നിന്ന് മനസ്സിലാക്കാം. എന്തായാലും ആരാകണം അടുത്ത മുഖ്യമന്ത്രി എന്ന ചർച്ചകൾ നടക്കുമ്പോൾ മറുവശത്ത് ചില പോസ്റ്ററുകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. KK രമയെ സ്പീക്കർ ആക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചില പോസ്റ്ററുകളൊക്കെ രംഗത്ത് വരുന്നു. നമുക്കറിയാം, ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതേ ട്രെൻഡിങ് നിലനിർത്തിക്കൊണ്ട് അമിത ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഉള്ളത്. അപ്പോൾ തന്നെ അവർ വലിയ പ്രതീക്ഷ വെക്കുന്ന മണ്ഡലം കൂടിയാണ് വടകര. KK രമ അവിടെ വിജയിക്കുമെന്ന് തന്നെയാണ് UDFന്റെ വിലയിരുത്തലുകൾ. എന്തായാലും ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. മാത്രമല്ല, ഇത്തവണ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ മുഖം മാറും, അവിടെ UDF വരും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഈ വടകരയിൽ UDFന്റെ MLA ആയിട്ട് 5 വർഷം ഭരിച്ച ഒരാളാണ് KK രമ. മാത്രമല്ല, KK രമയെ സ്പീക്കർ ആക്കണമെന്ന നിർദ്ദേശം വടകര MLA എന്ന നിലയിലുള്ള അവരുടെ പ്രവർത്തന മികവിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു അഭിപ്രായം മാത്രമാണ്. 2022 ഡിസംബറിൽ നിയമസഭയുടെ സ്പീക്കർ പാനലിൽ അംഗമായിട്ട് തെരഞ്ഞെടുക്കപ്പെടുകയും സ്പീക്കർ ചെയറിലിരുന്ന് സഭാ നടപടികൾ നിയന്ത്രിക്കുകയും ചെയ്ത ചരിത്രപരമായിട്ടുള്ള സന്ദർഭത്തിന് അവർ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇനി നോക്കുകയാണെങ്കിൽ KK രമ അല്ലെങ്കിൽ അവരെ ഒരു സ്പീക്കർ എന്നതിലുപരി ഒരു ക്യാബിനറ്റ് മന്ത്രിയാക്കാനായിരിക്കും സാധ്യത കൂടുതൽ. ഇനി നമുക്കൊരു ഇതിലൊരു നിർണായകമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട്. അതായത് KK രമ നിയമസഭാ ഇലക്ഷൻ ഡേറ്റ്, അതുപോലെ തന്നെ KK രമയുടെ ഭർത്താവ് ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റുകാരൻ അല്ലെങ്കിൽ ദി റിയൽ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയാവുന്ന TP ചന്ദ്രശേഖർ ഒരു തെരഞ്ഞെടുപ്പ് കൂടി പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ TP ചന്ദ്രശേഖരന്റെ കൊലപാതകം വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. CPM-കാരൻ എന്നതിനപ്പുറം ഒരു ജനകീയ വ്യക്തിയെ 51 വെട്ടുവെട്ടി ഛിന്ന ഭിന്നമാക്കിയതിന്റെ നടുക്കുന്ന ഓർമ്മകൾ CPM-നെ വീണ്ടും വേട്ടയാടുകയാണ്. മെയ് 4-നാണ് ആ ഓർമ്മ ദിനമുള്ളത്. എന്തായാലും വിചാരണ കോടതിക്ക് മുകളിൽ ഹൈക്കോടതിയുടെ കണ്ടെത്തലുകൾ വന്നപ്പോൾ കേസ് അട്ടിമറിക്കാൻ ഒത്താശ ചെയ്തവരുടെ മുഖവും വികൃതമാണ്. എന്തായാലും പാർട്ടി ഉണ്ടാക്കിയതൊരു ശിക്ഷ മരണമാണ്. 2012 മെയ് 4-ന് വടകരയ്ക്കടുത്ത് വള്ളിക്കാട് വെച്ചാണ് RMP സ്ഥാപക നേതാവ് TP ചന്ദ്രശേഖരനെ ഒരു സംഘം ബോംബെറിഞ്ഞു വീഴ്ത്തിയ ശേഷം കൊലപ്പെടുത്തിയിരുന്നത്. CPM വിട്ട് ഒഞ്ചിയത്ത് RMP പാർട്ടി ഉണ്ടാക്കിയതിന്റെ പക തീർക്കാൻ CPM-കാരായിട്ടുള്ള പ്രതികൾ അല്ലെങ്കിൽ CPM ഗുണ്ടകൾ ചന്ദ്രശേഖരനെ വെട്ടി കൊലപ്പെടുത്തിയെന്നായിരുന്നു കേസുണ്ടായിരുന്നത്. പിന്നീട് വഴിതെറ്റിക്കാൻ മാഷള്ള സ്റ്റിക്കർ കൊണ്ടുള്ള CPM പ്രയോഗവും നടന്നു. ഇതിനെയൊക്കെയുള്ള ഒരു പ്രതികാര മറുപടി അത് UDF നൽകും എന്നതാണ്. അതായത് ഓരോ കാര്യത്തിനും എണ്ണി ഇത്തവണ UDF ഓരോ മറുപടിയും അതിന് കൊടുക്കും. അതൊരു മധുര പ്രതികാരമാകും എന്നതാണ് ഇനി കാണേണ്ടിയിരിക്കുന്നത്. ഇതിനേറെ പറയുന്നു. നമുക്കറിയാം, ഇവിടെ ഈ കരിങ്കൊടി കാണിച്ചതും അല്ലാതെ പ്രതിഷേധം നടത്തിയതും ഒക്കെ അതിന്റെ ആ ഒരു സുരക്ഷയുടെ പേരിൽ ചെടിച്ചട്ടി കൊണ്ട് തലക്കടിച്ച് വീഴ്ത്തിയ സംഭവം വരെ ഉണ്ട്. അതും കോൺഗ്രസിനോട് മാത്രമല്ല, ഈ കോൺഗ്രസ് കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസിലെ കുറച്ച് ചെറുപ്പക്കാരെ കള്ളക്കേസിൽ കുടുക്കി ആ ജയിലിനകത്ത് ഇടാൻ ശ്രമിച്ചതൊക്കെ ഇവിടെ വലിയ രീതിയിലുള്ള ശ്രമിച്ചതെന്നല്ല, അങ്ങനെ ഇട്ടിട്ടുമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കേരളം സാക്ഷ്യം വഹിച്ച ഒരു സംഭവമാണ്. എന്നാൽ ഇത്തവണ മെയ് 4-ന് ശേഷം കേരളം ഭരിക്കുന്നത് UDF ആകുമ്പോൾ ഇതിനെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എണ്ണി പകരം വീട്ടും. അത്തരം രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. മാരകായുധം കൊണ്ട് ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞായിരുന്നു ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ചില മന്ത്രിമാരും നേതാക്കന്മാരും ഒക്കെ വന്നത് നമുക്കറിയാം. ഈ അടുത്ത വീണ ജോർജ് പോലും ആശുപത്രിയിൽ കയറിയിറങ്ങിയ സംഭവം അല്ലെ, അത് ഈ സെക്യൂരിറ്റി ഗാർഡ് വന്ന് പിടിച്ചതായിരുന്നു. പക്ഷെ പിന്നീട് അതെന്താണ് അത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ വന്നിട്ട് അവരെ മർദ്ദിച്ചു എന്നുള്ള രീതിയിലാണ്. പക്ഷെ വിഷ്വൽ പുറത്തു വന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ CPM-നകത്ത് അല്ലെങ്കിൽ CPM നേതാക്കൾ, മന്ത്രിമാരാകട്ടെ എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു 10 വർഷം ജനങ്ങൾ ഇത് കണ്ടും കേട്ടും വല്ലാതെ മടുത്തു തുടങ്ങിയിരുന്നു. അപ്പോൾ ഇനി ഈ ഒരു 5 വർഷം എന്ന് പറയുന്നത് കോൺഗ്രസ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മുഖം വരികയാണെങ്കിൽ ജനങ്ങൾ അവർക്കൊപ്പം നല്ല രീതിയിൽ തന്നെ നിൽക്കുമെന്ന് ഈ ഒരു പ്രചാരണ വേളയിലും ഈ 10 വർഷത്തിനിടയിൽ ഈ ഭരണവിരുദ്ധ വികാരത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതായത് പിണറായിയുടെ ഭരണം ജനങ്ങൾ മടുത്തു തുടങ്ങി എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ 10 വർഷം കൊണ്ട് മുങ്ങിപ്പോയ കോൺഗ്രസ്
അടുത്ത ഉയർത്തെഴുന്നേൽപ്പിന് തയ്യാറെടുത്തിരിക്കുകയാണ്. അതാണ് നമ്മൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ കണ്ടത്. ജനങ്ങളുടെ പ്രതികരണം അങ്ങനെയായിരുന്നു. സംസ്ഥാനത്ത് എല്ലായിടത്തും UDF തരംഗമാണെന്നും 100-ലധികം സീറ്റുകൾ നേടുമെന്നും അധികാരത്തിലെത്തുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുമ്പോൾ അത് എത്രത്തോളമാണ് എന്നുള്ളത് എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നപ്പോൾ നമുക്ക് മനസ്സിലായതാണ്. ഇനി മറ്റൊരു കാര്യം, അദ്ദേഹം വനവാസത്തിനില്ല എന്നുള്ളതാണ്. എന്തായാലും പ്രതികാരം അത് വീട്ടും, അത് മധുരത്തോടെ തന്നെ വീട്ടും. എന്തായാലും ഇനി ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ UDFന്റെ ഒരു തരംഗമാണെങ്കിൽ അത് CPM-ന് ഏൽക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ്. അതായത് CPM ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു തിരിച്ചടിയായിരിക്കും. നമുക്കറിയാം, ആദ്യം തൊട്ട് അവസാനം വരെ എടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു CPM-ന്റെ ഭരണം. നമുക്ക് ആദ്യത്തെ 5 വർഷം അതിനെ നല്ല രീതിയിൽ പറയാം എന്നുണ്ടെങ്കിലും പിന്നീട് വന്ന 5 വർഷം എന്ന് പറയുന്നത് ജനങ്ങൾ മടുത്തു തുടങ്ങി. ജനനായകൻ എന്ന ഒരു പേര് പോലും മുഖ്യമന്ത്രിയെ വിളിക്കുന്നത് ജനങ്ങൾ മറന്നു തുടങ്ങി. അപ്പൊ അങ്ങനെയായിരുന്നു പിന്നീടുള്ള ഒരു നീക്കം എന്ന് പറയുന്നത്. അതായത് 5 വർഷം കഴിഞ്ഞ് പിന്നീട് ആ അടുത്ത 5 വർഷം കയറുമ്പോൾ പിന്നീട് ജനം കണ്ടത് ഒരു ഭരണമല്ല, ഒരു നല്ലൊരു ഭരണമല്ല കണ്ടത്. പകരം അവർക്കെതിരെ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയ കാര്യങ്ങൾ കിട്ടാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഉണ്ടാക്കിയിരുന്നത്. മാത്രമല്ല ഇതുപോലെ തന്നെ CPM ഗുണ്ടകൾ നിരവധി തവണ ഈ പറയുന്നത് പോലെ തന്നെ കേസുകളിലൊക്കെ വരുന്ന ഒരു രീതിയാണ് കണ്ടത്. എന്തായാലും ഒരു കാര്യം പറയാം, അത്തരം രീതിയിലൊക്കെ വരുന്നുണ്ടെങ്കിലും ചിലയിടങ്ങളിൽ മാത്രം നടപടികൾ സ്വീകരിക്കുന്നത്, എന്നാൽ ചിലയിടങ്ങളിൽ നടപടി സ്വീകരിക്കാത്ത ഒരു നയമാണ് നമ്മൾ CPM-ന്റെ അകത്ത് കണ്ടത്. എന്നാൽ കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ അത് തികച്ചും വ്യത്യസ്തമാണ്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇതിൽ എടുത്തു പറയേണ്ടതില്ല, എങ്കിലും പറഞ്ഞു വരികയാണ്. അതായത് അദ്ദേഹം ഒരു തെറ്റ് ചെയ്തപ്പോൾ അവിടെ പാർട്ടി പ്രവർത്തകർ അല്ലെങ്കിൽ അവരുടെ നേതൃത്വം എടുത്ത നടപടി എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് കൈക്കൊള്ളാവുന്ന രീതിയിലുള്ള ഒരു നടപടി തന്നെയാണ്. അങ്ങനെയാണ് 2 കാര്യങ്ങളും നടക്കുന്നത്. ഇനി നമുക്ക് KK രമയിലേക്ക് വരാം. എന്തായാലും ഇലക്ഷന്റെ റിസൾട്ട് വരുന്ന മെയ് 4-നാണ്. TP ചന്ദ്രശേഖരന്റെ ഓർമ്മദിനം. CPM പഠിക്കുന്നവർക്ക് ചന്ദ്രശേഖരനെ പറ്റി പഠിക്കാതെ വഴിയില്ല. കാരണം അത് പഠിച്ചേ പറ്റൂ. യഥാർത്ഥ കമ്മ്യൂണിസം പറഞ്ഞ് മറ്റൊരു പാർട്ടിയിലും പോകാതെ റിയൽ കമ്മ്യൂണിസം പറയാൻ വേണ്ടി സ്വന്തമായിട്ടൊരു പാർട്ടി രൂപപ്പെടുത്തിയ ഒരു റിയൽ കമ്മ്യൂണിസ്റ്റുകാരനെയാണ്. ആ കമ്മ്യൂണിസ്റ്റ് ഗുണ്ട നേതാക്കൾ മാഷല്ല എന്ന ഒരു സ്റ്റിക്കർ ഒട്ടിച്ച ഒരു ഇന്നോവയിൽ വന്ന് ഇറങ്ങിയിട്ട് ബോംബ് എറിഞ്ഞു വീഴ്ത്തി. പിന്നീട് ബോംബ് എറിഞ്ഞു വീഴ്ത്തിയത് പോരാഞ്ഞിട്ട് 51 തവണ വെട്ടി കൊന്ന സംഭവം കേരളക്കാരെ ഒരിക്കലും മറക്കില്ല. CPM-ന് ഏറ്റ ഒരു കനത്ത പ്രഹരം അല്ലെങ്കിൽ ഒരു നാണക്കേട് അവരുടെ ചരിത്രത്തിൽ തന്നെ ഒരിക്കലും മായ്ച്ചു കളയാനാകാത്ത രീതിയിലുള്ള ഒരു ആഘാതം സൃഷ്ടിച്ച സംഭവമായിരുന്നു അത്. അങ്ങനെ കേരള ചരിത്രത്തിന്റെ മുഖം മാറാൻ പോകുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ദിനം കൂടിയാണത് മെയ് 4 എന്ന് പറയുന്നത്. മെയ് 4-നെ സംബന്ധിച്ചിടത്തോളം KK രമയ്ക്ക് സ്പീക്കറോ അല്ലെങ്കിൽ അങ്ങനെ പോകണം അല്ലെങ്കിൽ വേറെ അടുത്ത ലെവലിലേക്ക് മാറണം എന്നതിലുപരി അവർ ഏറ്റവും കൂടുതൽ സന്ദേശിക്കുന്നത് അവരുടെ ഭർത്താവ് മരണപ്പെട്ട അതേ ദിവസം ഈ പറയുന്ന UDF-ന് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം വരുന്നതാണ്. കാരണം കാലം ചോദിക്കും. നമ്മളറിയാം, ഈ കർമ്മ ഈസ് ബൂമറാങ് എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ചില കാര്യങ്ങൾ തിരിച്ചടിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, ഇത്രയും കാലം ചെങ്കൊടി പാറിച്ച് അവർ മാത്രമാണ് കേരളം ഭരിക്കുക എന്നൊരു അടിച്ചുറച്ച വിശ്വാസം അവർക്കുണ്ടായിരുന്നു. പക്ഷെ ആ വിശ്വാസത്തിന് ഏൽക്കാൻ പോകുന്ന കനത്ത പ്രഹരമായിരിക്കും ഈ പറയുന്ന മെയ് 4-ലെ ഈ റിസൾട്ട് എന്ന് പറയുന്നത്. എന്തായാലും കമ്മ്യൂണിസ്റ്റിന്റെ പൊടി പോലും കാണാൻ കഴിയാത്ത വിധത്തിൽ മുന്നേറുന്ന ഒരു കാലമായിരിക്കും ഇതെന്നാണ് ഈ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഭരണ UDF-ന്റെ കയ്യിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ KK രമ ഒരു സ്പീക്കർ എന്നതിലുപരി ഒരു ക്യാബിനറ്റ് മന്ത്രിയാകും. ഇനി സ്പീക്കർ ആകാൻ സാധ്യതയുള്ളത് അമ്പലപ്പുഴയിൽ മത്സരിക്കുന്ന G സുധാകരനാണ്. നിലവിൽ നമുക്കറിയാം, CPM-ന് പോലും ആശങ്കയാണ് സുധാകരൻ അവിടെ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് മത്സരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ചെറ്റ വർത്തമാനം എന്നൊക്കെയാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. മാത്രമല്ല CPM-നുള്ളിലെ നേതാക്കൾ അദ്ദേഹത്തിനെ വളരെയധികം തന്നെ വേട്ടയാടിയിരുന്നു. ആ ഒരു സ്ഥലത്ത് അമ്പലപ്പുഴയിൽ വീണ്ടും അദ്ദേഹം മത്സരിക്കുമ്പോൾ 3000-ഓളം വോട്ടിന് ജയിക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും G സുധാകരൻ ജയിച്ചു കഴിഞ്ഞാൽ സാർ എന്ന് വിളിക്കേണ്ടി വരുമോ മുഖ്യമന്ത്രി പിണറായി വിജയന് എന്നതൊരു ചോദ്യചിഹ്നമായിട്ട് മാറുകയാണ്. ഇനി നമുക്ക് നോക്കാം, ഈ CPM-ൽ നിന്ന് വിട്ടുപോയ ഐഷ പൊറ്റി, G സുധാകരൻ, KK രമ ഇവരെല്ലാം ഒരു റിയൽ കമ്മ്യൂണിസ്റ്റുകാരൻ
സംസാരമായിരുന്നു. അപ്പോൾ ചില റിയൽ കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, അതിനിടയിലേക്ക് ചില ഈ പറയുന്നത് പോലെ തന്നെ ക്രിമിനൽ കമ്മ്യൂണിസം കയറി വരുമ്പോഴാണ്, അല്ലെങ്കിൽ ക്രിമിനൽ കമ്മ്യൂണിസം പറഞ്ഞ് ചില നേതാക്കൾ കയറി വരുമ്പോഴാണ് ഈ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അത്തരം ആളുകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം ശരിയാകും എന്നൊരു വിശ്വാസമുണ്ട്. പക്ഷേ അത്തരം നീക്കങ്ങളിലേക്ക് പോകാൻ തയ്യാറായില്ല, അത്തരം കാര്യങ്ങളിലേക്ക് പോകാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഐഷ പോറ്റി, അതുപോലെ ജി സുധാകരൻ, കെ കെ രമയൊക്കെ പാർട്ടി വിടേണ്ടി വന്നത്. കെ കെ രമയ്ക്കൊക്കെ CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു സംഭവം കൂടിയാണ്. കാരണം സ്വന്തം ഭർത്താവിനെ 51 തവണ വെട്ടിക്കൊന്ന CPM ഗുണ്ടകൾ ആണ് ഇന്ന് കേരളത്തിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ജയിലിലാണെന്ന് മാത്രം. എന്തായാലും ഇക്കുറി കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒരു മുഖമുണ്ടായിരുന്നുവെങ്കിൽ അത് VD സതീശന്റേതായിരുന്നു എന്നാണ് നേരത്തെ തൊട്ട് ആളുകൾ പറഞ്ഞു തുടങ്ങിയത്. കാരണം നമുക്കറിയാം, കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയുടെ അമരത്ത് VD സതീശൻ വന്നത് അതുകൊണ്ട് തന്നെയാണ്, ആ ഒരു കാരണം കൊണ്ടാണ് ജനങ്ങൾ പറയുന്നത്. എന്തായാലും നിലപാടുകൾ എടുക്കേണ്ടിടത്ത് നിലപാടുകൾ എടുത്തുകൊണ്ടുള്ള ഒരു സഞ്ചാരം, ഒരു പ്രതിപക്ഷ നേതാവായത് എങ്ങനെയാണെന്ന് സതീശൻ അറിയാം, അല്ലെങ്കിൽ എങ്ങനെ വേണമെന്ന് അദ്ദേഹത്തിന് അറിയാം. നമുക്കറിയാം, ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചിരുന്ന കാലത്തുള്ള ഒരു കോൺഗ്രസിനെ അല്ല ഇപ്പോൾ കേരളത്തിൽ കാണാൻ സാധിക്കുന്നത്. വളരെ വ്യക്തമായിട്ടുള്ള നിലപാടുകളും അതുപോലെ തന്നെ വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളും അതിന്റെ നീക്കുപോക്കുകളും ഒക്കെ നടത്തുന്ന രീതിയിലേക്ക് ഈ അണികൾക്കിടയിൽ ചില മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഞാൻ പറഞ്ഞു വന്നത്, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് അവർക്കുണ്ടായ, അല്ലെങ്കിൽ അവരുടെ അണികൾക്കിടയിൽ ഉണ്ടായ സംഭവങ്ങളെ പറ്റിയാണ്. പക്ഷെ നമുക്കറിയാം, ഇത്തവണ കെ സുധാകരനെ മുഖ്യമന്ത്രിയാക്കില്ല എന്ന് പറയുമ്പോഴും, അല്ലെങ്കിൽ ഈ ഹൈക്കമാൻഡ് ചില തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ചില പടലപ്പിണക്കങ്ങൾ പ്രതീക്ഷിച്ച സ്ഥലത്ത് എല്ലാവരും ഒന്നു ചേർന്ന് ഹൈക്കമാൻഡ് പറയുന്നത് ഞങ്ങൾ കേൾക്കും എന്നുള്ള രീതിയിലായിരുന്നു കാര്യങ്ങൾ വന്നത്. അതാണ് രമേശ് ചെന്നിത്തലയും കെ സുധാകരനും അതുപോലെ തന്നെ VD സതീശനും ഒക്കെ പറഞ്ഞത്. നമുക്കറിയാം, ചില സ്ഥലങ്ങളിൽ ചില അസ്വാരസ്യങ്ങൾ അല്ലെങ്കിൽ ചില പിണക്കങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്, ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇത്തവണ അതിനെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ നേതാക്കൾ മുന്നിട്ടിറങ്ങുന്നത്. ഞാൻ അതാണ് പറഞ്ഞു വന്നത്. എന്തായാലും ഹൈക്കമാൻഡ് എന്താണെന്നും കേരളത്തിലെ കോൺഗ്രസ് MLA-മാർ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ എങ്ങനെയാവും പ്രതികരിക്കുക എന്നതും സതീശൻ ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹം വളരെ കൃത്യമായിട്ട് അത് മനസ്സിലാക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും നല്ല പ്രതിരോധം മൗനമാണെന്ന് സതീശൻ തിരിച്ചറിയുന്നത്. ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടും യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളും നടത്തിയിരുന്നില്ല. അതായത് മുഖ്യമന്ത്രിയെ ചൊല്ലിയുള്ള ചർച്ചകൾ, പ്രശ്നങ്ങൾ എന്നൊക്കെ പുറത്തു പറയുമ്പോഴും അവർ മാധ്യമങ്ങളോട് പറയുന്നത് ഇങ്ങനെയാണ്, ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. എന്തായാലും അത് ചിലവർ ആയുധങ്ങളാക്കിയും പരിഹസിച്ചും കളിയാക്കിയൊക്കെ ഈ CPM-ന്റെ സൈബർ ഇടങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടക്കുമ്പോഴും മറുവശത്ത് അതിനെയൊന്നും മൈൻഡ് ആക്കാതെ, അത്തരം കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള വർത്തമാനമൊന്നും പറയാതെ ഹൈക്കമാൻഡിന്റെ തീരുമാനം എന്താണോ അതനുസരിക്കുമെന്ന നിലപാടിലാണ് നേതാക്കളുള്ളത്. എന്തായാലും ജനാധിപത്യം മുൻതൂക്കം നൽകിക്കൊണ്ട് ഹൈക്കമാൻഡ് പറയുന്ന കാര്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുകയാണ് നേതാക്കൾ. അത്തരം രീതിയിലേക്കൊക്കെ പോകുമ്പോൾ വലിയൊരു തിരിച്ചടിയാണ്. ഞാൻ പറഞ്ഞു വന്നതുപോലെ തന്നെ മെയ് 4 എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ള ഒരു ദിവസമായിരിക്കും. ആ ദിവസത്തെ ഫലം CPM-നെ വല്ലാണ്ട് കരയിക്കുമെന്നുള്ളതാണ്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ കെ രമ ഒരു സ്പീക്കറല്ല, ഒരു ക്യാബിനറ്റ് മന്ത്രിയാകാനുള്ള സാധ്യതയും, അല്ലെങ്കിൽ അവർക്കത് കൊടുക്കുന്നതിനോടുള്ള, അല്ലെങ്കിൽ അവർക്കത് കൊടുക്കാനുള്ള ഒരു അർഹതയും അവർക്കുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളിലേക്കാണ് നീങ്ങുന്നത്. എന്തായാലും ഈ പറയുന്നത് പോലെ തന്നെ CPM-ന്റെ ഒരു ആശങ്ക വലിയ രീതിയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. CPM-ന് ഇതൊരു തിരിച്ചടി കൂടിയാണ്. കാരണം അവർ ചെയ്തിട്ടുള്ള ഈ ഒരു ക്രൂരതകൾക്ക് മേൽ UDF നൽകുന്ന ഒരു മധുര പ്രതികാരമായിരിക്കും ഈ ഒരു ഫലം എന്ന് പറയുന്നത്. പിന്നീട് എണ്ണി അതിന് പകരം വീട്ടും. അതിലെ ഏറ്റവും വലിയ ഒരു ബൂമറാങ് എന്ന് പറയുന്നത് മെയ് 4 റിസൾട്ടാണ്. കാരണം മെയ് 4 TP ചന്ദ്രശേഖരനെ ഒരു കൂട്ടം CPM ഗുണ്ടകൾ അദ്ദേഹത്തെ വെട്ടിവീഴ്ത്തിയത്. അതേ ദിനം തന്നെയാണ് ചരിത്രം മാറാൻ പോകുന്ന ഒരു ഫലം വരുന്നത്. അത് CPM-ന്റെ ഏറ്റവും വലിയ ഒന്നാമത്തെ ചോദ്യത്തിന്റെ മറുപടി എന്ന ഓണം ആയി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.